നമുക്ക് എല്ലാവർക്കും ചില ഫ്രണ്ട്സ് ഉണ്ടാവും. അവർ ഭക്ഷണമൊന്നും കുറയ്ക്കാതെ തന്നെ അവർ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും പറയും, "ഓ, നീ ഭയങ്കര ലക്കിയാണല്ലോ" എന്നൊക്കെ പറയും. ശരിക്കും അത് ലക്കല്ല. അത് നമ്മുടെ ബോഡി ഒരു വാർണിംഗ് സൈൻ തരുന്നതാവാം. അതേപോലെ ചില ആൾക്കാരുണ്ടാവും, എത്ര ഉറങ്ങിയാലും ക്ഷീണം, എത്ര ഡയറ്റ് ചെയ്താലും വണ്ണം കുറയുന്നില്ല. ഇവർ രണ്ടുപേരും ഒരു ഡോക്ടറെ പോയി കാണാമെന്ന് വിചാരിച്ചോ. ഇവർക്ക് രണ്ടുപേർക്കും ഡോക്ടർ എഴുതി കൊടുക്കാൻ സാധ്യതയുള്ളൊരു ടെസ്റ്റ് എന്തായിരിക്കും? തൈറോയിഡ് ടെസ്റ്റ് ആയിരിക്കും. തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് കാണാം? TSH എന്നുള്ളൊരു വാല്യൂ ഉണ്ടാവും, T3 എന്നൊരു വാല്യൂ ഉണ്ടാവും, T4 എന്നുള്ളൊരു വാല്യൂ ഉണ്ടാവും. ഈ 3 വാല്യൂ നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തൈറോയിഡിൻ്റെ ഫങ്ഷനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മുടെ ശരീരത്തെ നമുക്കൊരു കാറായിട്ട് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലച്ചോറ് അതിൻ്റെ ഡ്രൈവറായിട്ടും ഇരിക്കും, അല്ലേ? അപ്പോൾ ഈ TSH എന്നുള്ള ഒരു ഹോർമോൺ അത് നമ്മുടെ തലച്ചോറ് എന്താ പറയുക വിടും. എപ്പോഴായിരിക്കും നമ്മളുടെ ബോഡിക്ക് സ്പീഡ് കുറവാണ്, അതായത് ആക്സിലറേഷൻ കുറവാണ്, അല്ലെങ്കിൽ T3 T4 കുറവാണെന്ന് കാണുമ്പോൾ ബ്രെയിൻ TSH കൂട്ടും. അപ്പോൾ നമ്മളുടെ റിസൾട്ടിൽ TSH കൂടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ശരീരത്തിൽ T3യും T4ഉം കുറവാണ്. അപ്പോൾ TSH കൂടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം T3യും T4ഉം കുറവാണ്. TSH കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബോഡിക്ക് മനസ്സിലായി ഭയങ്കര സ്പീഡാണ്, കാർ ഓവർ സ്പീഡിൽ പോവാണ്, അത്രയും സ്പീഡൊന്നും വേണ്ട, ഒന്ന് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ അത് ആക്സിലറേറ്ററിൽ നിന്ന് കാല് മോട്ട് പിൻവലിക്കും. അപ്പോൾ അതായത് TSH കുറഞ്ഞിരിക്കും. ഇനി ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് 2 അവസ്ഥകൾ മനസ്സിലാക്കാം: ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? TSH കൂടുതലായിരിക്കും, അതായത് ബോഡിയിൽ T3 T4ൻ്റെ ലെവൽ കുറവായതുകൊണ്ട് TSH കൂടുതലായിട്ടിരിക്കും. അപ്പോൾ അവരുടെ പ്രശ്നം എന്തായിരിക്കും? അവർക്ക് കടുത്ത ക്ഷീണം, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, വണ്ണം കൂടുക, മുടി കൊഴിച്ചിൽ, ഭയങ്കര മന്ദത എന്നിവ ഉണ്ടാവും. രണ്ടാമത്തേതാണ് ഹൈപ്പർ തൈറോയിഡിസം. അതിൻ്റെ അകത്ത് എന്തായിരിക്കും? TSH കുറഞ്ഞിരിക്കും. അവർക്ക് എന്തായിരിക്കും പ്രശ്നം? അവർക്ക് അനാവശ്യമായി നെഞ്ചിടിപ്പ് കൂടുക, അമിതമായി വിയർക്കുക, കൈകൾ വിറയ്ക്കുക, ഉറക്കക്കുറവ്, പെട്ടെന്ന് വണ്ണം കുറഞ്ഞു പോവുക, പെട്ടെന്ന് ദേഷ്യം വരിക, ആങ്സൈറ്റി ഉണ്ടാവുക, ഇതൊക്കെ വരാം. ഇനി നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ കയ്യിൽ റിസൾട്ട് കിട്ടുമ്പോൾ TSH നോക്കുക. TSH കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈപ്പോതൈറോയിഡിസം ആണ്, മന്ദഗതിയിൽ ഇരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി TSH കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഇതാണ് സിമ്പിളായിട്ട് നമ്മുടെ തൈറോയിഡിൻ്റെ ഒരു ടെസ്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ.